الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولله ما في السماوات وما في الأرض ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله وإن تكفروا فإن لله ما في السماوات وما في الأرض وكان الله غنيا حميدا. ഏറ്റവും പ്രിയങ്കരരായ വിശ്വാസികളെ, സഹോദരി സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പരമാവധി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അവനിൽ തഖ്വയുള്ളവരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തട്ടെ, വസിയ്യത്ത് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ യഥാർത്ഥ ഈമാനുള്ള വിശ്വാസികളിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ സമുദായത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് മുമ്പ് ധാരാളം പ്രവാചകന്മാർ, പണ്ഡിതന്മാർ അതിനെ കുറിച്ച് പറയുന്നത് 1,24,000 പരം പ്രവാചകന്മാർ, നബിമാർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രത്തോളം സമുദായം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പേ കടന്നുപോയിട്ടുണ്ട് എന്നർത്ഥം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള പ്രവാചകന്മാരുടെ, നബിമാരുടെ ചരിത്രത്തിൽ തന്നെ അത്രത്തോളം പ്രവാചകന്മാരുടെ സമുദായങ്ങൾ കടന്നുപോയിട്ടുണ്ട് എന്നർത്ഥം. ആ സമുദായങ്ങളിലൊക്കെയും ദൈവദൂതന്മാർ, അമ്പിയാക്കൾ വരുമ്പോൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ശരീഅത്ത് അഥവാ മതപ്രമാണങ്ങൾ അത് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ഗൗരവമുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് നമ്മൾ പല പ്രാവശ്യം കേട്ടതാണ്. അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പേ കഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ വാക്കുകളിൽ വെച്ച് ഏറ്റവും അഫ്ദലായിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും ആരാധിക്കരുത്, അവനല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന കാര്യം പഠിപ്പിക്കാതെ ഒരു പ്രവാചകന്മാരും കടന്നു പോയിട്ടില്ല. പല പ്രവാചകന്മാർക്കും വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്.
ചില ആളുകൾക്ക്, ചില പ്രവാചകന്മാർക്കെങ്കിലും ഏടുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. കുറഞ്ഞ ഉപദേശങ്ങൾ മാത്രം, വസിയത്തുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഏടുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഓരോ പ്രവാചകന്മാർക്കും അവരുടേതായ വസിയത്തുകൾ ആ സമുദായത്തോട്, അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ റസൂലിന്റെ സമുദായത്തോട് പ്രത്യേകമായി അവർ ഉൾക്കൊള്ളുകയും ചെയ്യുകയും ചെയ്യേണ്ടുന്ന വസിയത്തുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. വസിയത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, തനിക്കു ശേഷവും തന്റേതായ ആളുകൾ ഇവിടെ നിലനിർത്തിക്കൊണ്ടു പോരേണ്ടുന്ന കാര്യങ്ങളെയാണ് വസിയത്ത് എന്ന് പറയാം. തനിക്ക് ശേഷവും തനിക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ചും വസിയത്ത് എന്ന് നമ്മൾ പറയാറുണ്ട്. വസിയത്ത് എഴുതി വെക്കുക, വസിയത്ത് പറയാന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക. നമുക്ക് ശേഷവും, എന്റെ കാലത്തിന് ശേഷം എന്റെ മക്കളോ അല്ലെങ്കിൽ ഞാൻ ഏൽപ്പിച്ചതായിട്ടുള്ള ആളുകളോ സ്ഥിരമായി ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക, അതിനാണ് വസിയത്ത് എന്ന് പറയാം. എങ്കിൽ ഓരോ റസൂലും ഓരോ പ്രവാചകനും ഇവിടെ കടന്നു പോകുമ്പോ അവരുടേതായ വസിയത്തില്ലാതെ ഒരു പ്രവാചകന്മാരും മുന്നോട്ട് പോയിട്ടില്ല. ആ വസിയത്തുകൾ നിറവേറ്റുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ബാധ്യതയായി പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ വലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതാണ് ആകാശഭൂമികൾ അധികവും, ആകാശഭൂമികൾ അഖിലവും അല്ലാഹുവിനുള്ളതാണ്. വലഖദ് വസ്സൈനൽ ലദീന ഊതുൽ കിതാബ്, കിതാബ് നൽകപ്പെട്ടവരായ ആളുകളോട് നാം വസിയത്ത് നൽകിയിരിക്കുന്നു. മിൻ ഖബ്ലിക്കും വയ്യാക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരായിട്ടുള്ള ആളുകൾക്കും നിങ്ങൾക്കും. അനിത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന വസിയത്ത് നാം നൽകിയിട്ടുണ്ട്. ഇനി നിങ്ങൾ വസിയത്തെങ്ങാനും സ്വീകരിക്കാതെ കുഫറിലേക്ക് നീങ്ങുകയാണെങ്കിൽ, നിങ്ങൾ കാഫിറുകളാവുകയാണെങ്കിൽ, നിഷേധികളാവുകയാണെങ്കിൽ, അഥവാ ആ വസിയത്ത് നിറവേറ്റാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല എങ്കിൽ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനമുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനയുടെ, വിളിയുടെ, പ്രാർത്ഥനയുടെ ഏതു വശവും അല്ലാഹുവല്ലാത്തൊരു മറ്റൊരു ശക്തിയിലേക്കോ വ്യക്തിയിലേക്കോ ഒരു വസ്തുവിലേക്കോ ജീവനുള്ളതോ ജീവനില്ലാത്തതോ മരണപ്പെട്ടതോ അല്ലാത്തതോ ആയിട്ടുള്ള ഒന്നിലേക്കും പോകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് തഖ്വയിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറയുന്നതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതല്ലാഹു പറയാ, എല്ലാ സമുദായത്തിനും, നിങ്ങൾക്കും നിങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞു പോയ ഓരോ സമുദായത്തിനും നമ്മൾ വസിയത്ത് നൽകിയിട്ടുണ്ട് പ്രവാചകന്മാരിലൂടെ. അതെങ്ങാനും നിങ്ങൾ നിറവേറ്റുകയാണെങ്കിൽ നിങ്ങൾ തഖ്വയുള്ളവരാണ്. വൈൻ തക്ഫുറു, നിങ്ങൾ എങ്ങാനും നിഷേധിക്കുകയാണെങ്കിൽ, ഫഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, അല്ലാഹുവിനും നഷ്ടപ്പെടാനില്ല. ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിനുള്ളത് തന്നെയാണ്. നിങ്ങൾ മാത്രം നിഷേധികളായി മാറി എന്ന് വിചാരിച്ച് അല്ലാഹുവൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. വകാന അല്ലാഹു ഗനിയൻ ഹമീദ, അല്ലാഹു ഏറ്റവും ഔദാര്യവാനും ഏറ്റവും ഐശ്വര്യവാനും അതോടൊപ്പം തന്നെ സ്തുത്യർഹനുമാകുന്നു. ഏറ്റവും വലിയ ഐശ്വര്യവാനാണ് അല്ലാഹു. അല്ലാഹുവിന്റെ ഐശ്വര്യത്തിൽ ഒന്നും നഷ്ടപ്പെടൂല. നിങ്ങൾ കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവാചകന്റെ അനുയായികൾ നിഷേധികളായി മാറി എന്ന് വിചാരിച്ച് ആരും അല്ലാഹുവൊന്നും സംഭവിക്കൂല. പ്രവാചകന്മാരുടെ വസിയത്തുകൾ നിറവേറ്റപ്പെടുക എന്നത് ആ പ്രവാചകനോട്, ആ ദൂതനോട് സമുദായം കാണിക്കുന്ന മര്യാദകളിൽ, ബാധ്യതകളിൽപ്പെട്ടതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിലപ്പെട്ട നിർദ്ദേശങ്ങളും വസിയത്തുകളും ബാക്കി വെച്ചിട്ടാണ് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ളത്. ആ റസൂലിന്റെ വസിയത്തുകൾ ഇന്നും യാതൊരുവിധ കോട്ടവും സംഭവിക്കാതെ നിലനിർത്തി പോരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന മുസ്ലിങ്ങളെ നമുക്ക് ഇന്നും ഭൂമിലോകത്ത് കാണാം. അതിൽ പെടുന്ന ഒരാളായി നമ്മൾ മാറേണ്ടതുണ്ട് എന്നത് നാം തീരുമാനിക്കേണ്ട വിഷയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതാനും ചില വസിയത്തുകൾ നമ്മൾ കേൾക്കാതെ പോകാൻ പാടില്ല. ഇടയ്ക്കിടെ നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട വിഷയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്തുകൾ എണ്ണുന്ന കൂട്ടത്തിൽ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ സമയത്ത് പറഞ്ഞ 7 വസിയത്തുകൾ നമ്മൾ കേട്ടതാണ്, മനസ്സിലാക്കേണ്ടതുണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹു പറയാ,
അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമറനി ഖലീലി, അദ്ദേഹം പറയാ അമറനി ഖലീലി, എന്റെ ഖലീൽ എന്നോട് അഥവാ എന്റെ റസൂൽ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ റസൂൽ എന്റെ ചങ്ങാതി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ബിസബഇൻ, 7 കാര്യത്തിൽ സൂക്ഷ്മതയുണ്ടാകണം, സൂക്ഷിക്കണമെന്ന് അഥവാ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അമറനി ബിഹുബ്ബിൽ മസാകീൻ, അതിലൊന്നാമത് മിസ്കീനുകളായിട്ടുള്ള ആളുകളെ സ്നേഹിക്കണമെന്നാണ്. പാവപ്പെട്ടവരെ സ്നേഹിക്കാൻ പഠിപ്പിച്ച പ്രവാചകൻ, പാവപ്പെട്ടവരോട് ചേർന്ന് നിന്ന് ജീവിച്ച പ്രവാചകൻ. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന, അല്ലാഹുവേ നീ എന്നെ മിസ്കീനായി ജീവിപ്പിക്കണേ. വ അമിത്നി മിസ്കീന, എന്നെ നീ മിസ്കീനായി തന്നെ മരിപ്പിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായി കാണാൻ പറ്റും. റസൂലിന്റെ ശത്രുക്കൾ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ച കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്ന ആക്ഷേപം എന്ന് പറഞ്ഞാൽ സമുദായത്തിലെ അശരണരായിരിക്കുന്ന പാവപ്പെട്ടവരായിരിക്കുന്ന ആളുകളോട് മാത്രം കൂട്ടുകൂടുന്ന, അല്ലെങ്കിൽ പാവപ്പെട്ടവർ മാത്രം കൂട്ടുകൂടുന്ന ഒരു ചങ്ങാതിയാണ് മുഹമ്മദ് എന്നായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കാഫിരിയായിരുന്ന കറുത്ത വർഗ്ഗക്കാരനായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, യാസിറിനെ പോലെ റളിയല്ലാഹു അൻഹു റസൂലിന്റെ കൂട്ടുകാരെ നമ്മൾ എണ്ണുകയാണെങ്കിൽ അത് അധികവും പാവപ്പെട്ടവരായിരുന്നു കാണാം. ആ റസൂൽ ജീവിതത്തിൽ ജീവിച്ച് കാണിച്ച് ചെയ്തു കാണിച്ചു തരാൻ, അതാണ് അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അമറനി ബിഹുബ്ബിൽ മസാകീൻ, പാവപ്പെട്ടവരെ സ്നേഹിക്കാൻ എന്റെ റസൂൽ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ആകണം. അവരോട് ചേർന്ന് നിൽക്കാനും അവരുടെ പ്രയാസങ്ങളിൽ ചേർന്ന് നിൽക്കാൻ എന്റെ റസൂൽ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ കൈ പിടിക്കാൻ റസൂൽ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ പ്രയാസങ്ങളോട് ചേർന്ന് നിൽക്കാൻ റസൂൽ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. വഅമറനി അൻ അൻദുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി, എന്റെ താഴെയുള്ളവരിലേക്ക് നോക്കാനും എന്റെ മുകളിലുള്ളവരിലേക്ക് നോക്കാതിരിക്കാനും എന്റെ റസൂൽ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ്, എനിക്ക് താഴെയുള്ളവരിലേക്ക് നോക്കാം. സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും അപ്രകാരമുള്ള ഭൗതികമായിരിക്കുന്ന വിഭവങ്ങളിൽ എനിക്ക് മുകളിലുള്ളവരിൽ നോക്കിയിട്ട് ഞാൻ നിരാശപ്പെടാതെ എനിക്ക് താഴെയുള്ളവരിലേക്ക് നോക്കി ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശുക്ർ ചെയ്യുന്നവനായി മാറാൻ എന്റെ ഖലീൽ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഉപദേശം അതാണ്. അബൂദർ റളിയല്ലാഹു അൻഹു പറയാം, നമുക്കൊക്കെ ജീവിതത്തിൽ വരാവുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഏതെങ്കിലും ജോലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ച്, ഒരേ ദർജയിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ച്, ഒരേ വിഷയത്തിൽ ഒരേ മാർക്ക് വാങ്ങി, ഒരേ സമയത്ത് പരീക്ഷ എഴുതി, പക്ഷേ കൂട്ടുകാരൻ വിജയിക്കുകയോ അല്ലെങ്കിൽ ജോലി വാങ്ങുകയോ ചെയ്തു, എനിക്ക് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്ന മനുഷ്യരുണ്ട്. വർഷങ്ങളോളം ഇതിന്റെ പിന്നിൽ നടന്നിട്ടും ഒന്ന് പരീക്ഷ പാസ്സാവുകയും ചെയ്യാത്ത ആളുകളുണ്ട്. അവിടത്തേക്ക് നോക്കാനാണ്. സാമ്പത്തികമായ മേഖലകളിൽ മെച്ചപ്പെടാൻ വേണ്ടി പല വിഭവങ്ങളിലൂടെയും പല മേഖലകളിലൂടെയും ബിസിനസ് തന്ത്രങ്ങൾ പയറ്റി നോക്കി. പക്ഷേ തന്റെ കൂട്ടുകാരൻ 2 വർഷം കൊണ്ടോ 1 വർഷം കൊണ്ടോ വളർന്നു, പക്ഷേ ഞാൻ 10 വർഷമായിട്ടും പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് മാറിക്കൊണ്ടേ ഇരിക്കുന്നു, എനിക്കൊന്നും മെച്ചപ്പെടാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്ന ആളുകളുണ്ട്. ആരാധനകൾ പോലും അപ്രകാരം ഒഴിവാക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ കടങ്ങളിലേക്കും അതോടൊപ്പം തന്നെ സാമ്പത്തിക തകർച്ചയിലേക്കും പോയ ആളുകൾ എത്രയോ നമുക്ക് കാണാൻ പറ്റും. അവരിലേക്ക് നോക്കിയിട്ട് സമാധാനപ്പെടുക, അവരത്രയൊന്നും പരാജയപ്പെട്ടിട്ടില്ലല്ലോ. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമറനി അൻ അൻദുറ ഇലാ മൻ ഹുവ ദൂനി, എന്റെ താഴെയുള്ളവരിലേക്ക് നോക്കാനും വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി, എന്റെ മുകളിലേക്കുള്ളവരെ നോക്കാതിരിക്കാനും എന്റെ റസൂൽ കൽപ്പിച്ചിട്ടുണ്ട്. എന്റെ കുടുംബ ബന്ധം ചേർക്കാൻ റസൂൽ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അവർ പിന്മാറുകയാണെങ്കിൽ പോലും, എന്താ അങ്ങനെ പറഞ്ഞാല്, നമ്മൾ എത്ര അങ്ങോട്ട് പോയിട്ടും നമ്മൾ പറയും, എത്ര എന്താ കുടുംബത്തിനടുത്ത് പോയാലും എത്ര പോയാലും എന്താ ഓൻ ഇങ്ങോട്ട് ഒരു ദിവസം വരണ്ടേ, അങ്ങോട്ട് എത്ര ചെയ്താലും എന്താ ഒരു ദിവസമെങ്കിലും ഇങ്ങോട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങോട്ടോ ചെയ്യില്ല. പല സമയങ്ങളിൽ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഞാൻ എത്ര കൊടുത്തിട്ടെന്താ, ഞാൻ എത്ര അങ്ങോട്ട് പറഞ്ഞിട്ടെന്താ, അവന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു സഹകരണവും ഇങ്ങോട്ട് ഉണ്ടാവാറില്ല.
അതുകൊണ്ട് ഇനി മുതൽ അങ്ങോട്ട് പോകണില്ല, അങ്ങോട്ട് കൊടുക്കണില്ല, അവരെ കൂട്ടത്തിൽ പങ്കെടുക്കുന്നില്ല, അവരെ കല്യാണത്തിന് ചേരുന്നില്ല, അവരെ സൽക്കാരത്തിന് പോകണില്ല. അല്ലെ, എത്ര എത്ര അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവുന്നു നമ്മുടെ വാക്കുകളിൽ. റസൂൽ പറഞ്ഞു, കുടുംബബന്ധമാണോ അവർ പിന്മാറുകയാണെങ്കിൽ പോലും നിന്റെ കുടുംബബന്ധം നീ ചേർക്കണം. ഒരാളോടും ഒന്നും ചോദിക്കാതിരിക്കാൻ എന്റെ റസൂലിനോട് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവന്റെ കൈകളിലുള്ളത് കൊണ്ട് ജീവിക്കുക എന്നൊരാശ വേണ്ട. അവനവൻ അധ്വാനിക്കുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക, അവനവൻ ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുകയും അതിന് സാധിക്കുകയാണെങ്കിൽ അത്രത്തോളം മധുരമുള്ളത് മറ്റൊന്നും ഉണ്ടാവില്ലെന്ന് റസൂൽ. സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയത് അതിനേക്കാൾ മെച്ചപ്പെട്ടതും മധുരമുള്ളതും നിനക്കില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയോട് പറയാ. റസൂലേക്ക് എന്തെങ്കിലും തരൂ. ആദ്യം റസൂൽ കൊടുത്തു, രണ്ടാം പ്രാവശ്യം വന്നു, അപ്പോഴും റസൂൽ കൊടുത്തു, മൂന്നാം പ്രാവശ്യം വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഴു എടുത്തിട്ട് അദ്ദേഹത്തിന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, അധ്വാനിച്ചിട്ട് ജീവിച്ചോ, അതായിരിക്കും ഏറ്റവും നിനക്ക് നല്ലത്. അതാ റസൂൽ പറഞ്ഞു. മറ്റുള്ളവന്റെ കൈകളിലുള്ളതിന് ആഗ്രഹിക്കാതിരിക്കുക. കൈപ്പേറിയ അനുഭവങ്ങളാണ് നിനക്കുണ്ടാവുക എങ്കിലും നീ സത്യം മാത്രം പറയുക. ഇതെന്റെ റസൂൽ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹു പറയും. അതുകൊണ്ട് റസൂലിന്റെ സഹാബാക്കളൊക്കെ ഏറ്റവും പ്രയാസമുള്ള പരീക്ഷണങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോഴും ആരും കള്ളം പറയാൻ ഉണ്ടായിരുന്നില്ല. ഖുറാനുകളായിരിക്കുന്ന ആളുകളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് ദീന് പഠിപ്പിക്കാനും ഖുർആൻ പഠിപ്പിക്കാനും ഞങ്ങൾക്ക് ആളെ അയച്ചു തരണമെന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ ഖാരിജികളായിട്ടുള്ള ആളുകളെ പറഞ്ഞത് നമുക്കറിയാം. അബൂ ജഹൽ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുദൈബിയ കരാർ നിലനിൽക്കുന്ന സമയത്ത് അബൂ ജഹൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ സമീപത്തേക്ക് കൈകാൽ ബന്ധനസ്ഥനാക്കപ്പെട്ട നിലയിൽ കയറി വരികയാണ്. റസൂലെ, താങ്കൾ എന്നെ സ്വീകരിക്കണം. അവിടെ ഞാൻ നിൽക്കൂല, എനിക്ക് സത്യം മനസ്സിലായിട്ടുണ്ട്. റസൂലെ, താങ്കൾ എന്നെ സ്വീകരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളോട്, അവിടുത്തെ മക്ക മുശ്രിക്കുകളോട് കരാറിൽ ഏർപ്പെട്ടിരുന്നു. ഞങ്ങളിൽ നിന്ന് ഒരാൾ താങ്കളിലേക്ക് വരികയാണെങ്കിൽ തിരിച്ചയക്കണമെന്നും താങ്കളിൽ നിന്ന് ആരെങ്കിലും ഞങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവരെ തിരിച്ചയക്കുകയില്ല എന്നും ഒരു കരാർ റസൂൽ അവിടെ ഒപ്പിട്ട കരാറാണ്. അബൂ ജഹൽ റളിയല്ലാഹു അൻഹു റസൂൽ മടക്കി അയക്കാൻ സത്യമാണ് നടത്തേണ്ടത്. കരാർ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കരാർ അവിടെ പുലരേണ്ടതുണ്ട്. സത്യം പറയാൻ കൈപ്പേറിയ അനുഭവമാണ് ഉണ്ടാവുക എങ്കിലും ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവണേ. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ അത് നഷ്ടപ്പെടും. അല്ലേ? നമ്മുടെ ജോലി സാധ്യതകൾ, പരീക്ഷ സാധ്യതകൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, കല്യാണമൊക്കെ വരുന്ന സമയത്ത് മിക്കവാറും രോഗങ്ങളൊക്കെ മറച്ചു വെക്കുന്ന ആളുകളുണ്ട്. ന്യൂനതകൾ മറച്ചു വെക്കുക. എന്താ ആ സംഭവം നടക്കൂല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഖലീൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കൈപ്പേറുന്ന അനുഭവമാണ് നിനക്ക് ജീവിതത്തിൽ ഉണ്ടാവുക എങ്കിലും നീ സത്യം പറഞ്ഞാൽ മതി. അങ്ങനെ എത്ര പെൺകുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. രക്ഷിതാക്കൾ പറഞ്ഞിട്ടുണ്ടാവില്ല, പറയൂല. പക്ഷേ അവളെ കാണാൻ വന്ന പുരുഷനോട് സംസാരിക്കുന്നതിനിടയിൽ അവൾ പറയും, എനിക്ക് ഇന്ന ന്യൂനതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, അതിന് സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സമ്മതിച്ചാൽ മതി. അതാ പിന്നീട് ദുനിയാവിന്റെ കാര്യത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ടും ആ സത്യം പറയാ എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീന് പഠിച്ച കുട്ടികൾ അങ്ങനെ പറയും. റസൂൽ നമ്മോട് കൽപ്പിച്ച കാര്യത സത്യം പറയുക, കൈപ്പേറിയ അനുഭവം ഉണ്ടെങ്കിലും. അള്ളാഹുവിന്റെ കാര്യത്തിൽ അള്ളാഹുവാണ് ഏകനെന്ന് പറയാൻ, അള്ളാഹുവിന്റെ ആളാണ് ഞാനെന്ന് പറയാൻ, ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ, ഞാനൊരു മുജാഹിദാണെന്ന് പറയാൻ, ഞാനൊരു ഏറ്റവും നല്ല വിശ്വാസിയായി ജീവിക്കുന്നവനാണെന്ന് പറയാൻ, ഒരാളുടെയും ഒരു ആക്ഷേപകന്റെയും ആക്ഷേപത്തെ പേടിക്കാതിരിക്കുക. താടി വെച്ച് നടക്കുന്ന മുസ്ലിമിനെ കണ്ടാൽ മിക്കവാറും ആക്ഷേപിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. മുസ്ലിമാണ് എന്ന് പറയാൻ മിക്കവാറും കുറെ ആളുകൾക്ക് മടിയാണ്. മുസ്ലിമാണെന്ന് പറയാൻ മടിയാണ്. മുസ്ലിമിന്റെ പേരിടാൻ മടിയാണ്. എന്നിട്ട് അത് രണ്ടും തിരിയാത്ത പേരിടാൻ. എന്നിട്ട് പിന്നെ ആ പേരിന്റെ അർത്ഥം മുസ്ലിംമാരോടും ഉസ്താദന്മാരോടും വിളിച്ച് ചോദിക്കുക, എന്താ അതിന്റെ അർത്ഥം? കാരണം നല്ല അർത്ഥമുള്ളത് ആകണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. കൃത്യമായിട്ട് കേട്ടാൽ അബ്ദുള്ള അല്ലെങ്കിൽ സുബൈർ
ഇങ്ങനെയുള്ള പേരാകുമ്പോൾ ഒരു മുസ്ലിമിന്റെ പഴയ പേരല്ലേ, എന്നിട്ട് തോന്നിയ പേരിടുക, എന്നിട്ട് അതിനെന്താ അർത്ഥം ചോദിക്കുക, ഏതെങ്കിലും ഒരു സൗണ്ട് ഇടുക, അങ്ങനെയൊക്കെ ഉണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അള്ളാന്റെ ആളാണെന്ന് പറയാൻ നീ ഒരു ആക്ഷേപകന്റെയും ആക്ഷേപം പേടിക്കാതിരിക്കുക. ആരാക്ഷേപിച്ചാലും ഞാൻ അള്ളാന്റെ ആളാണെന്ന് പറയാൻ മടിയില്ലാതിരിക്കുക. പിന്നെ പറഞ്ഞു അമറനി, എന്നോട് കൽപ്പിച്ചു, എന്ന് എത്ര തവണയാണോ നിനക്ക് പറയാൻ സാധിക്കുക അത്രയും തവണ നീ പറഞ്ഞുകൊണ്ടേയിരിക്കുക, അധികരിപ്പിക്കുക എന്ന് എന്റെ റസൂൽ എന്നോട് കൽപ്പിച്ചു. കാരണം അള്ളാഹുവിന്റെ താഴെയുള്ള ഖനികളിൽ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഖനിയാകുന്നു അത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാ കഴിവുകളും എല്ലാ കാര്യങ്ങളും എന്റെ സർവേശ്വരനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതിങ്ങനെ പറഞ്ഞു കൊടുക്കുക. മനസ്സിന് ശക്തി കിട്ടും, പ്രവർത്തനങ്ങൾക്ക് ഒരു ത്വരിത വേഗത കിട്ടും, ആത്മാർത്ഥമായി മുന്നോട്ട് പോകാൻ പറ്റും, പ്രയാസങ്ങളിൽ ക്ഷമിക്കാനും പ്രതിസന്ധികളെ നേരിടാനും കഴിയും. അല്ലാഹുവല്ലാതെ ഒരു ശക്തിയോ അല്ലാഹുവല്ലാതെ ഒരു കാര്യവും തന്നെ തീരുമാനിക്കാനുള്ള കഴിവില്ല. എല്ലാ വിഷയങ്ങളും തീരുമാനിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ സവിധത്തിൽ നിന്നാണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഏത് പ്രയാസങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ ഉപദേശങ്ങളിൽ 7 ഉപദേശങ്ങളാണ്. ജീവിതത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ നമുക്ക് അനുഭവിക്കാവുന്ന അല്ലെങ്കിൽ ഒത്തുചേരാവുന്ന പല കാര്യങ്ങളുടെയും കൂട്ടത്തിൽ ഈ വിഷയങ്ങളിൽപ്പെട്ട വിഷയം കടന്നു വരാതിരിക്കാറില്ല. പലപ്പോഴും നമുക്ക് ഇപ്രകാരമുള്ള വിഷയങ്ങൾ കാണാൻ പറ്റും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്നതിനെ കുറിച്ച് മറ്റൊരു റിവായത്തിൽ ഫൈനഹാ കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരുപാട് ഖനികളുണ്ട്, ആ ഖനികളിൽപ്പെട്ട ഒന്നാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അബൂ ദർ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ച ഉപദേശങ്ങളാണ്. ജീവിതത്തിൽ പകർത്താവുന്ന ഏറ്റവും മെച്ചപ്പെട്ട കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ അനുധാവനം ചെയ്യുകയും റസൂലിന്റെ ഉപദേശങ്ങളെ ശിരസാവഹിക്കുകയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ ഇക്കാര്യങ്ങളെ ഓർമ്മിക്കുകയും ചെയ്തുകൊണ്ട് അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി കഫാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിച്ച് യഥാർത്ഥ മുഅ്മിനും മുത്തഖിയുമായി തീരാൻ പരിശ്രമിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാം, ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നമുക്ക് നേരെ നിൽക്കാൻ കഴിയാവുന്ന ഒരുപാട് ഉപദേശങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം മുആദ് റളിയല്ലാഹു അൻഹു പറയാം, എന്റെ റസൂൽ എന്നോട് പറഞ്ഞു, നേരത്തെ പറഞ്ഞ 7-നപ്പുറം ഒരുപാട് ഉപദേശങ്ങൾ റസൂൽ നമുക്ക് നൽകിയിട്ടുണ്ട്. അതൊക്കെ ഇവ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ പഠിച്ചു പോകുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഒന്നും അവനെ അള്ളാഹുവിലേക്ക് ചിന്തിക്കാനോ അതല്ല എങ്കിൽ അള്ളാഹുവിന് കിട്ടിയതാണോ എന്നും പറയാൻ ചിലപ്പോൾ മനസ്സ് വന്നോളമെന്നൊന്നുമില്ല. നേരെ മറിച്ചൊരു പ്രയാസം ഉണ്ടാവുകയാണെങ്കിലോ فأما الإنسان إذا ما ابتلاه ربه فقدر عليه رزقه فيقول ربي أهانن. അവൻ കുറച്ച് വിഭവങ്ങൾ കുറച്ച് കൊടുക്കുകയും റിസ്കിൽ കുറച്ച് പിടുത്തം വെക്കുകയും രോഗങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്താ പറയാ, എന്റെ റബ്ബിനെ എന്താ ഇങ്ങനെ പരീക്ഷിക്കാൻ കാരണം, എന്താ ഇങ്ങനെ എന്നെ നിസ്സാരനാക്കാൻ കാരണം, ഞാൻ നിസ്കരിക്കണവനാണ്, നോമ്പെടുക്കണവനാണ്, എന്നിട്ട് ഞാൻ എന്താ അങ്ങനെ പരീക്ഷിക്കപ്പെടുന്നത് എന്നിങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്.
അവിടെ മാത്രമല്ല, സന്തോഷം ഉണ്ടാകുമ്പോഴും സന്താപം ഉണ്ടാകുമ്പോഴും നേരെ നിൽക്കാൻ, അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം നൽകിയ കൂട്ടത്തിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാ, എന്റെ റസൂൽ എന്നോട് പറഞ്ഞു, അഖദ ബിയദി, തന്റെ കൈ പിടിച്ചുകൊണ്ടാണ് പറയുന്നത്, മുആദേ, ഞാൻ നിന്നോട് വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, ലാ തദഅന്ന ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ അൻ തഖൂൽ, നീ നിന്റെ നിസ്കാര ശേഷം പറയാൻ മറക്കരുത്, ഒഴിവാക്കരുത്. നീ എപ്പോഴും നിന്റെ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ പറയേണ്ടതുണ്ട്, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഇത് നീ പറയണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിന്റെ കൈ പിടിച്ചിട്ട് പറയാൻ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. പണ്ഡിതന്മാർ ഈ ഒരൊറ്റ ദുആ അല്ലെങ്കിൽ ദിക്റിന് വിശദീകരണം പറഞ്ഞത് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് വേണ്ടി വരും. അത്രത്തോളം വിശാലമായ അർത്ഥമുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകൾ നമുക്കാണ്. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് സഹായം ചോദിക്കാൻ, അല്ലാഹുമ്മ അഇന്നി, പടച്ചോനെ നീ എന്നെ സഹായിക്കണം, അലാ ദിക്രിക, ഏത് സമയത്തും നിന്നെ കുറിച്ച് ഓർക്കാൻ. എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്, എനിക്ക് സന്തോഷങ്ങൾ ഉണ്ടാവാറുണ്ട്. സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് മതിമറക്കാതിരിക്കാനും, സന്താപം ഉണ്ടാകുന്ന സമയത്ത് നിസ്സാരനായി കാണാതിരിക്കാനും, അതോടൊപ്പം തന്നെ നിരാശനായി പോകാതിരിക്കാനും അല്ലാഹുവേ നീ എന്നെ സഹായിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, നിന്നെ ഓർക്കാൻ എനിക്ക് സാധിക്കേണ്ടതുണ്ട്, അതിന് നിന്റെ സഹായം വേണം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക, നീ നൽകിയ ഒരു ശ്വാസം മുന്നോട്ട് മുകളിലേക്ക് വലിക്കാനും താഴോട്ട് ഇറക്കാനും സാധിക്കുക എന്നത് എത്രത്തോളം സുന്ദരവും സൗഭാഗ്യവുമാണ് എന്നുള്ളത് അറിയുന്നത് എപ്പോഴാണെന്നറിയും? ചെറിയൊരു ശ്വാസ തടസ്സം ഉണ്ടായാൽ മതി. 1 മിനിറ്റ് വേണ്ട, 1 മിനിറ്റിന്റെ പകുതി സമയം ശ്വാസതടസ്സം ഉണ്ടാകുന്ന അവസ്ഥയുണ്ടായാൽ അറിയാം അല്ലാഹുവേ നീ നൽകിയ അനുഗ്രഹം എത്രത്തോളം മെച്ചമുള്ളതാണെന്നാണ്. അതുകൊണ്ട് അതിനൊക്കെ എന്റെ കഴിവിന്റെ പരമാവധി നിനക്ക് ശുക്ർ ചെയ്യാൻ നീ എനിക്ക് കഴിവ് നൽകണം, എനിക്ക് സഹായം നൽകണം. മുആദേ, നിന്റെ നിസ്കാരത്തിന് ശേഷം നീ അത് പറയാതെ പോകരുത്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, നിനക്ക് ഞാൻ ചെയ്യുന്ന എന്റെ ആരാധനകളൊക്കെയും ഏറ്റവും സൗന്ദര്യമുള്ളതാക്കാൻ, ഏറ്റവും വൃത്തിയുള്ളതാക്കാൻ, അത് ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടോ വേറൊരു ജാഥക്ക് വേണ്ടിയിട്ടോ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അല്ലാഹുവേ നിനക്ക് വേണ്ടി അത് ഏറ്റവും ഭംഗിയുള്ളതാക്കി ചെയ്യാൻ നീ എനിക്ക് കഴിയുന്നത്. ഒരു 10 റുപ്യ കൊടുക്കുകയാണെങ്കിൽ പോലും പടച്ചോനെ ഇത് നീ എന്നിൽ നിന്ന് സ്വീകരിക്കാനുള്ള എന്റെ മുതലിൽ നിന്ന് നീ തന്നതിൽ നിന്ന് എനിക്ക് ഞാൻ തരാൻ, അതുകൊണ്ട് റബ്ബേ ഇത് നീ ഭംഗിയായി സ്വീകരിക്കണേ. അവിടെ വരുന്ന സമയം നീ എനിക്കിത് മടക്കി തരണേ, ഇരട്ടി ഇരട്ടിയായി മടക്കി തരണേ എന്ന ഒരു നിയ്യത്തോടും ഇഖ്ലാസോടും കൂടിയാണ് ഒരാൾക്കുള്ള 10 റുപ്യ കൊടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ ചെയ്യേണ്ടത്. അവിടെയാണ് ഹുസ്നുൽ ഇബാദത്ത്. നമ്മൾ നൽകുന്ന ഏതൊരു ഇബാദത്തും ഭംഗിയുള്ളതാക്കാനുള്ള, ചുരുക്കൂട്ടുക എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ചുരുക്കൂട്ടല്ല, മനസ്സിന്റെ അകത്തളത്തിൽ നിന്ന് അള്ളാഹുവിലേക്ക് തേട്ടം പോയിട്ട് പടച്ചോനെ ഇത് സ്വീകരിക്കണേ എന്ന് പറയുന്നത്. ഇന്നിവിടെ വന്നിരിക്കുന്നത് പോലും അത്തരം ഒരു ആരാധനക്ക് വേണ്ടിയാണ്. വെള്ളിയാഴ്ച പള്ളിയിലേക്ക് നമ്മൾ വരുന്നത് പോലും അള്ളാഹ്ക്ക് ആ ഒരു ആരാധന അർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. എത്ര മനുഷ്യന്മാരുടെ മുസ്ലിങ്ങളുടെ വെള്ളിയാഴ്ച പള്ളിയിൽ വരാത്തത്? നമ്മൾ എന്താ വന്നുകൊണ്ടിരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ഉത്തമനായ മുത്തഖിയായ ഒരു മനുഷ്യനായി തീരാൻ പരമാവധി പരിശ്രമിക്കുന്ന കൂട്ടത്തിൽ ഇത് വിട്ടുപോകാൻ പാടില്ലെന്ന് വിചാരിച്ചോടാ. അതുകൊണ്ട് അത് കൂടുതൽ ഭംഗിയുള്ളതാക്കുക. ആ വരവ് ഭംഗിയുള്ളതാക്കാന്നല്ല, അവിടെ ആരാധനകളിൽ കേട്ടിരിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ, അതോടൊപ്പം നിസ്കാരങ്ങളിൽ, ദുആകളിൽ, ദിക്റുകളിൽ, ഖുർആൻ പാരായണങ്ങളിൽ ഒക്കെ നന്നായി അല്ലാഹുവിലേക്ക് സ്വീകരിക്കുന്ന രൂപത്തിലേക്കുള്ളതാക്കി പരിശ്രമിക്കുക. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു വസിയത്ത് 8 എണ്ണമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ 7 ഇതും 8 എണ്ണം. ഇനിയും എത്രയോ ഉപദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഉപദേശിച്ചു. ഈ ഉപദേശം വസിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പരമാവധി നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷൻ ഇന്ന് സജീവമാക്കേണ്ടത് നമ്മളാണ്. ഏറ്റവും നല്ല രൂപത്തിൽ ഘനമുള്ള സംഖ്യ തന്നെ നമ്മൾ അതിലേക്ക് നൽകേണ്ടതുണ്ട്. ഓരോ മാസവും 2ാമത്തെ വെള്ളിയാഴ്ച പ്രത്യേകം എടുത്തു പറയാൻ കാരണം അതൊരു പ്രോത്സാഹനമാവുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലവും നമുക്ക് ലഭിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്.
നിങ്ങൾ ഒട്ടും കുറയാതെ അത് പറഞ്ഞവർക്കും സൂചിപ്പിച്ചവർക്കും അതിനുവേണ്ടി പണിയെടുക്കുന്നവർക്കും ഒക്കെ അതിന്റെ കൂലി കിട്ടും എന്നുള്ളത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ സ്വീകരിക്കുമാറാവട്ടെ. ഏറ്റവും നല്ല മുത്തഖികളും മുവഹിദുകളുമായി ജീവിച്ച് മരണപ്പെട്ടു പോകുന്ന കൂട്ടത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഞങ്ങളിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹുവേ നിന്റെ മഹത്തായ ഫضل കൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനേ. ചെറിയ ചെറിയ കർമ്മങ്ങൾ എത്ര ചെറുതാണെങ്കിലും അല്ലാഹുവേ ഞങ്ങളുടെ സൽക്കർമ്മങ്ങളെ നീ സ്വീകരിക്കുകയും അതിനെ ഏറ്റി നീ പ്രതിഫലം നൽകുകയും ചെയ്യുക റഹ്മാനേ.